അറൗണ്ട് 12.5 CR ആണ് നമ്മൾ ഈ വർഷം സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്പിൻ്റെ ഏരിയയിൽ മാറ്റി വെച്ചിട്ടുള്ളത്. 12.5 CR 10 years ഐ ടിയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഫാമിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ആളുണ്ട്. അക്രോസ് ഇന്ത്യ ആൻഡ് GCCയിലെ ആൾക്ക് ഇപ്പോൾ ഫാം ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ്, ഞാനൊരു ഫാക്കൾട്ടിയാണ്, ഞാൻ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സബ്ജക്റ്റിൽ ഇൻഡസ്ട്രി റെലവൻ്റ് ആയുള്ള ടോപ്പിക്സ് പഠിപ്പിക്കാൻ ഞാൻ എക്സ്പേർട്സിനെ സജസ്റ്റ് ചെയ്യും. നമ്മുടെ ടീം ആ എക്സ്പേർട്സിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരും. ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ എയിൽ വന്ന ചേഞ്ച് ഭയങ്കരമാണ്, നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു ജോബിലോട്ടാണ് ഇപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവർ കോഴ്സ് കഴിയുമ്പോൾ അവരെന്താ അപ്ഡേറ്റഡ് അല്ല. ജോബ് റെഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് റെഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലെഗസി, ഫാമിലി ലെഗസി നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ റെഡി ആയിട്ട് പുറത്തിറക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. 21-ാം വയസ്സിൽ ഒരു CEO ആകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വൈ നോട്ട് എന്നതായിരിക്കും ഉത്തരം. പക്ഷെ എങ്ങനെ എന്നൊരു റിപ്പീറ്റഡ് ചോദ്യം പുറകെ വരില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് എന്നോടൊപ്പം മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ എയിമർ ബിസിനസ് സ്കൂളിൽ നിന്നും ഇറ്റ്സ് അസിം വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. നമ്മൾ ബിസിനസ് സ്കൂൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ തലയിലേക്ക് നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വേറെ ബിസിനസ് സ്കൂളുകൾ വരും. അപ്പോൾ ഒരു ബിസിനസ് സ്കൂൾ തുടങ്ങാം എന്നുള്ള തോട്ടിൽ തന്നെ നമ്മൾ ഭയങ്കര വെറൈറ്റിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാട്ട് മെയ്ഡ് യു തിങ്ക് ഓഫ് ദാറ്റ്? ഇപ്പോൾ ബിസിനസ് സ്കൂൾ എന്നല്ല, ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണല്ലോ. അപ്പോൾ നമ്മൾ സ്കൂൾ തുടങ്ങുന്നുണ്ടെങ്കിൽ പ്രിലിമിനറി എഡ്യൂക്കേഷൻ, ബിസിനസ് സ്കൂൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ബിസിനസ് പഠിപ്പിക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ മഞ്ജു പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും കേരളത്തിലൊരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് ഏകദേശം 29.9%, എന്നുവെച്ചാൽ നിയർലി 30%. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ ഇപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ സർവേ റിപ്പോർട്ട്സ് പറയുന്നത് നാഷണൽ ആവറേജിൻ്റെ 3 times ആണ് കേരളത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏത് കോഴ്സാണെങ്കിലും ആ കോഴ്സിനെ ഔട്ട്കംസിലോട്ട് എത്തിക്കാൻ പലപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പലതിനും പറ്റാറില്ല. സക്സസ്ഫുൾ ആവുന്നവരുണ്ട്, പക്ഷേ മെജോറിറ്റിയും നമുക്ക് സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണ് ഡാറ്റ പറയുന്നത്. അപ്പോൾ നമ്മൾ എയിമർ ബിസിനസ് സ്കൂളിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ബിസിനസ് ലീഡേഴ്സ് ആക്കിയിട്ട് കോഴ്സ് കഴിയുമ്പോഴേക്കും പുറത്തിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പക്ഷേ അവർ ഒരു നല്ല ഓൺട്രപ്രണറായിട്ട് പഠിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തിട്ട് ഓൺട്രപ്രണറായിട്ടായിരിക്കും അവർ പുറത്തോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റിലോ ഒരു ടോപ്പ് ലെവൽ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി നേടിയിട്ടായിരിക്കും പുറത്ത് വരുന്നത്. അതും അല്ലെങ്കിൽ ഒരു ഫാമിലി ബിസിനസ് ഉള്ളവരാണെങ്കിൽ ആ ഫാമിലി ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവൽ ജനറേഷനായിട്ട് ടേക്കപ്പ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ളവരായിരിക്കും. എന്ന് വെച്ചാൽ ജോബ് റെഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് റെഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലെഗസി, ഫാമിലി ലെഗസി നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ റെഡി ആയിട്ട് പുറത്തിറക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ ആ ഒരു വിഷനിലാണ് ആക്ച്വലി എയിമർ ബിസിനസ് സ്കൂൾ തുടങ്ങുന്നത്. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് 75% എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ സ്റ്റുഡൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പഠിക്കട്ടെ തിയറിൻ്റെ കൂടെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആ രീതിയിലാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് കരിക്കുലം കാര്യമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ഇൻഡസ്ട്രി വിസിറ്റ്സ് ഉണ്ടായിരിക്കും. സ്റ്റാർട്ടപ്പ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. എക്സ്പേർട്സ്, പല ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സ് ക്യാമ്പസിൽ വരും, ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും നോർമൽ സിലബസിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യും. അത് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ. നമ്മൾ സാധാരണ എപ്പോഴും ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ അവർ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും സിലബസിൻ്റെ കൂടെ തന്നെ. ഇനി അവർ ക്യാമ്പസിലുള്ള സമയത്താണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആക്ടിവിറ്റീസ് അവർക്ക് അതിൻ്റെ പാർട്ടായിട്ട് കൊടുക്കും, ഒരുപാട് ചലഞ്ചസ് കൊടുക്കും. സിമിലർലി സ്റ്റാർട്ടപ്പും കാര്യങ്ങളും ഓൺടർപ്രണർഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അത് ബിൽഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ എല്ലാം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് പ്രാക്ടിക്കൽ. അതായത് എയിമർ ബിസിനസ് സ്കൂളിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ അവർ കംപ്ലീറ്റ്ലി എക്യുപ്ഡ് ആയിരിക്കും. ഒരു ബിസിനസ് റൺ ചെയ്യാൻ, ടോപ്പ് ലീഡർഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. മനസ്സിലായി. ഇത് ഈ തോട്ട് തുടങ്ങുന്നത് എപ്പോഴാണ്? ഒരു 4 years മുമ്പാണ് ആക്ച്വലി എയിമർ ബിസിനസ് സ്കൂളിൻ്റെ ഒരു ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഐട്രേഷൻസ് ഓരോ സമയത്തും മാർക്കറ്റിൽ നിന്നാണ് ഡിഫറൻസ് അനുസരിച്ചിട്ട് ഐട്രേഷൻസ് ചെയ്താണ് ഇപ്പോഴത്തെ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ എവറി ഇയർ നമ്മൾ സിലബസ് റിവൈസ് ചെയ്യും, നമ്മുടെ കരിക്കുലം റിവൈസ് ചെയ്യും. കാരണം ട്രെൻഡ് മാറുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ എയിൽ വന്ന ചേഞ്ച് ഭയങ്കരമാണ്, നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു ജോബിലോട്ടാണ് ഇപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവർ കോഴ്സ് കഴിയുമ്പോൾ അവരെന്താ അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ അതാണ് ഒരു അൺഎംപ്ലോയ്മെൻറ്റിൽ ഒരു കാര്യം. അത് അപ്ഡേറ്റഡ് അല്ലാത്തതാകുമ്പോൾ ജോലി കിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എയെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ടൈം ടു ടൈം ആയിട്ട് കരിക്കുലം നമ്മൾ റിവൈസ് ചെയ്തിട്ടാണ് ഈ ഒരു 4 years വരുന്നത്. ഇപ്പോൾ 4 years ജേർണി ആയി. അപ്പം വളരെ എക്സ്ക്ലൂസീവായിട്ട് സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമാണ് ഈ പ്രോഗ്രാമിലോട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ നർച്ചർ ചെയ്തുകൊണ്ടുള്ള ബാച്ചസ് ആയിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എയിമറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് അസീം പറഞ്ഞ ഈ പോയിന്റിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അസീം തന്നെ പറഞ്ഞു അറൗണ്ട് 30% അടുത്ത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ ഉണ്ടെന്ന്. എന്നാൽ നമ്മുടെ ഇവിടെ ധാരാളം തൊഴിലുകൾ ഉണ്ടേനും ഇതും എല്ലാവരും പറയണ്ടേ തൊഴിലില്ലായ്മ. പക്ഷെ ആളുകൾക്ക് ഇപ്പോഴും ഒരു പ്രശ്നമാണ്, ജോലി ഇല്ലാത്ത ഒരുപാട്. ഇപ്പോൾ ഒരുവിധം യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ മെയിൻ പ്രശ്നം ഇവർക്ക് ജോലി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഇങ്ങനെ ഒരു കാര്യത്തിൽ റീസർച്ച് ചെയ്യുന്ന ആളുടെ രീതിയിൽ വേർഡ് യു തിങ്ക് ദ ഗ്യാപ്പ് ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ്? ഗ്യാപ്പ് മെയിൻലി ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ 2 പേരുണ്ട്. ഓക്കെ, മഞ്ജു ഓൾറെഡി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ അങ്ങനെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളാണ്.
എനിക്കൊരു ജോബിന് പോകാനുള്ള പോസിബിലിറ്റി മഞ്ജു പഠിച്ച ഒരു ഏരിയയിലുള്ള ജോബ് കിട്ടുന്നതിനേക്കാൾ 9 ടൈംസ് ഹയർ ആണെന്നുള്ളതാണ് സർവേ റിപ്പോർട്ട്സ് പറയുന്നത്. കാരണം എനിക്ക് ഏത് ജോബിന് പോവാം, എനിക്ക് പർട്ടിക്കുലർ ജോബ് അതെ എനിക്ക് ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന സാലറിയിലും കാര്യങ്ങളൊക്കെ ലോ ലെവലായിരിക്കും. പക്ഷേ എനിക്ക് എന്തില്ല, ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ എഞ്ചിനീയറിംഗിന് പോകണം, ബിസിനസ് പഠിച്ച ഒരാൾ ബിസിനസ് ചെയ്യാൻ പോകണം. പക്ഷേ അത് പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഏരിയയിൽ എന്ത് ചെയ്യണം, നല്ല ടോപ്പ് ലെവൽ സ്കില്ല് വേണം. അതുണ്ടെങ്കിലാണല്ലോ ആ ജോബ് ചെയ്യാൻ പറ്റുക. പക്ഷേ ആ രീതിയിൽ നമ്മുടെ എക്വിപ്ഡ് അല്ല നമ്മുടെ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നമ്മളൊരു 3-4 ഇയേഴ്സ് ഗ്രാജുവേഷൻ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ജോബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് ഔട്ട്കം? മനസ്സിലായി. 4 വർഷം പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കേണ്ടതൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം. ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടോ? മനസ്സിലായി. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ വേറെ ഏതെങ്കിലും ജോബിന് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു ഗോളിലോട്ട് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്കില്ല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ റെലവൻ്റ് അല്ല, വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ. മനസ്സിലായി. ഇഫ് യു ആർ നോട്ട് ദ ബെസ്റ്റ്, അതുകൊണ്ടാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അങ്ങനെ വരുന്നത്. അതായത് ഇപ്പോൾ ജോബുകൾ ഒരുപാട് ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ പല കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ നോക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ടാവും. ആ സ്കിൽസിൽ ഫിറ്റ് ആവുന്ന ഒരാളുണ്ടെങ്കിൽ വി ആർ റെഡി ടു ഹയർ നൗ. മഞ്ജുവിന് ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ റെഫർ ചെയ്യാം, നമ്മളെടുക്കും. പക്ഷേ അങ്ങനത്തെ പ്രൊഫൈൽസ് നമ്മൾ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിങ്ക്ഡിനിൽ ഹണ്ട് ചെയ്യുന്നുണ്ട്, റെഫറൻസ് ഹണ്ട് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്ത് ആഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റുള്ള ഒരു സ്കിൽ സെറ്റുള്ള ആളുകൾ കിട്ടുന്നില്ല. അതാണ് പ്രോബ്ലം. അത് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എവറി കമ്പനീസ്, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലാണ് നിൽക്കുന്നത്. ഇവിടെയുള്ള കമ്പനീസ് ചോദിച്ചു നോക്കുകയാണെങ്കിൽ എവറി സ്റ്റാർട്ടപ്പ് ഈസ് ഫേസിങ് ദ സെയിം പ്രോബ്ലം. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരാളെ കിട്ടുകയാണെങ്കിൽ ആരും ഹയർ ചെയ്യാൻ റെഡിയാണ്. ജോലി കിട്ടാനില്ല എന്ന് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ ജോലിക്കാരെ കിട്ടാനില്ല എന്ന് പറയുന്ന ബിസിനസ്സുകളാണ് കൂടുതൽ, അല്ലേ? എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ എയിമ ബിസിനസ് സ്കൂളിൽ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? അതായത് ഞാനിപ്പോൾ വരികയാണ്, എനിക്ക് എയിമ ബിസിനസ് സ്കൂളിൽ വരണം, പഠിക്കണം എന്നുണ്ട്. എന്താ, വാട്ട് ഷുഡ് ഐ ഡു, വാട്ട് വിൽ ഹാപ്പൻ ദേർ? നമ്മുടെ പ്രോഗ്രാമിന് പറയുന്നത് UG-BIP എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മഞ്ജു വരുന്നുണ്ടെങ്കിൽ യു വിൽ ബി ജോയിനിങ് ഫോർ ദാറ്റ് പ്രോഗ്രാം. UG-BIP അത് നമ്മുടെ ലോങ് ടേം പ്രോഗ്രാം. അതാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ഈ ഒരു പ്രോഗ്രാം പറയാം. UG-BIP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ബിസിനസ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇപ്പോൾ നോർമലി കൺവെൻഷണൽ BBA എന്നൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ അത് ക്വാളിഫിക്കേഷൻ എന്താ? +2 കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി ക്രൈറ്റീരിയ വെക്കുന്നുണ്ട്. +2ന് 50% മാർക്ക് വേണം. അതുപോലെ തന്നെ ഒരു അഡ്മിഷനിൽ 4 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഞാൻ കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം 3 ഇയേഴ്സ് പ്രോഗ്രാമാണ്. 3 ഇയേഴ്സ് പ്രോഗ്രാം മീൻസ് 6 സെമസ്റ്റേഴ്സ്. അപ്പോൾ ക്യാമ്പസിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് 2 സെമസ്റ്റേഴ്സ് ക്യാമ്പസിൽ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാ ഫണ്ടമെൻ്റൽ സബ്ജക്ട്സും കവർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3rd സെമസ്റ്റർ യു വിൽ ബി ഗോയിങ് ഫോർ എൻ ഇൻറ്റേൺഷിപ്പ്. അതൊരു ജനറൽ ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. ക്യാമ്പസ് ഫെസിലിറ്റേറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അല്ല, അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ, 3rd സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പിന് പോകും. ജനറൽ ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു 1 ഇയർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ റിയൽ കമ്പനിയിൽ പോയിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യും. 6 മന്ത്സ് അവരത് എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് 4th സെമസ്റ്റർ ആൻഡ് 5th സെമസ്റ്റർ അവർ തിരിച്ച് വീണ്ടും ക്യാമ്പസിലോട്ട് വരും. എന്നിട്ട് റിമൈനിങ് അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് കവർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്യും. അപ്പോൾ അതിലൊരു HR ഉണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ആ ടൈമിൽ അവരെ റെലവൻ്റ് ആയിട്ടുള്ള അക്കോർഡിംഗ് ടു ദെയർ ഇഷ്ടമാണോ അതോ അക്കോർഡിംഗ് ടു യുവർ സിലബസ് ആണോ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റുഡൻസിന് പ്രിഫറൻസ് നോക്കും, ഒന്ന് ആ സമയത്ത് മാർക്കറ്റ് ഡിമാൻഡ് നോക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ 3 ഇയേഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ സമയത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഇയറിൽ എന്താണ് റിലവൻറ്റ് ആ റിലവൻസിലുള്ള സ്പെഷ്യലൈസേഷൻ ഓഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞാൽ 4th 5th സെമസ്റ്റർ കഴിഞ്ഞു. എന്നിട്ട് 6th സെമസ്റ്റർ ഇവർ അഗെയിൻ ഒരു ഇൻറ്റേൺഷിപ്പിന് പോവുകയാണ്. പക്ഷേ ആ ഇൻറ്റേൺഷിപ്പ് സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ആയിരിക്കും. അവർ ഏതാണോ സ്പെഷ്യലൈസേഷൻ എടുത്തത് അതിന്റെ റിലേറ്റഡ് ഒരു ഫോമിലായിരിക്കും. അപ്പോൾ 3 ഇയേഴ്സിൽ 1 ഇയർ എക്സ്പീരിയൻസ് അവർക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയിൽ നിന്നൊരു മെൻറ്റർ ഉണ്ടാവും, അവരുടെ മാനേജറായിട്ടുള്ള ഒരു മെൻറ്റർ ഉണ്ടാവും, ക്യാമ്പസിൽ നിന്ന് ഒരു മെൻറ്റർ ഉണ്ടാവും, ഫാക്കൽറ്റി മെൻറ്റർ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ എന്നുള്ളത്. ഇനി അവർ ക്യാമ്പസിലുള്ള ടൈമിലാണെങ്കിൽ തന്നെ അതൊരു ക്ലാസ് റൂം ടീച്ചിങ് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 75% എക്സ്പീരിയൻഷ്യൽ പറയുമ്പോൾ കേസ് സ്റ്റഡീസ് വരുന്നുണ്ട്, ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഇൻഡസ്ട്രി വിസിറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് വിസിറ്റ് ചെയ്യും. ഒരു ഇൻ്റർനാഷണൽ ഇമ്മേർഷൻ വരുന്നുണ്ട്. എൻഡ് ഓഫ് ദി കോഴ്സ് ഇവർ ഇൻ്റർനാഷണൽ ഇമ്മേർഷന് പോകും. ഇപ്പോൾ ഈ വരുന്ന നെക്സ്റ്റ് വീക്ക് നമ്മുടെ ബാച്ച് ചൈന പോകാൻ നിൽക്കുകയാണ്, കാൻഡൻ ഫെയറിലോട്ട് പോകാൻ നിൽക്കുകയാണ്. പ്രീവിയസ് ബാച്ച് ദുബായിൽ പോയി. ഇങ്ങനെ നമ്മളൊരു ഇൻ്റർനാഷണൽ ഇമ്മേർഷൻ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പേർട്സ് റിലേറ്റഡ് ടു ദെയർ പഠിത്തം അങ്ങനെയാണോ? അതെ, അവർ അത് ഇപ്പോൾ വെച്ചാൽ കാനൻ ഫെയറിൻ്റെ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റുഡൻസ് കൂടുതൽ പ്രിഫർ ചെയ്ത് കാനൻ ഫെയർ പോകുകയെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ലേണിംഗ് ഔട്ട്കംസ് നോക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഒരുപാട് എക്സ്പോഷർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത് ചേഞ്ച് ആവും ആ ടൈമിൽ റെലവൻസ് നോക്കിയിട്ട് ചേഞ്ച് ആവും. പിന്നെ ഒരുപാട് എക്സ്പേർട്സ് നമ്മുടെ ക്യാമ്പസിൽ വരുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഞാനൊരു ഫാക്കൽറ്റിയാണ്, ഞാൻ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സബ്ജക്റ്റിൽ ഇൻഡസ്ട്രി റിലവൻ്റ് ആയുള്ള ടോപ്പിക്സ് പഠിപ്പിക്കാൻ ഞാൻ എക്സ്പേർട്സിനെ സജസ്റ്റ് ചെയ്യും.
നമ്മുടെ ടീമിനോട് ടീം ആ എക്സ്പേർട്സിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ അവർ ക്യാമ്പസിൽ വന്നിട്ട് വിസിറ്റിംഗ് ഫാക്കൾട്ടീസ് പോലെ അവർ ഇപ്പോൾ 1 day 2 daysനൊക്കെ വരും, ഡിഫറെൻറ്റ് സിറ്റീസിൽ നിന്ന് വരും, അവർ സെഷൻസ് ഡെലിവർ ചെയ്യും. അതുപോലെ തന്നെ എവറി വീക്ക് അല്ലെങ്കിൽ എവറി മന്ത് സ്റ്റാർട്ടപ്പ് ലീഡേഴ്സും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും വരും. അപ്പോൾ അവർ വന്നിട്ട് റിയൽ ലൈഫ് ജേർണിയാണ് ഇവരോട് നെറ്റ്വർക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസിന് ഡയറക്റ്റ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് വേറെ ഇവൻറ്റിന് പോകണ്ട, ക്യാമ്പസിൽ നിന്ന് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചലഞ്ചസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേഷനാണ്. ഇത് ഫസ്റ്റ് ഇയറിൽ വരുന്ന സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മളൊരു ചലഞ്ചായിട്ട് കൊടുക്കും. അതായത് അവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് വരുന്ന അന്ന് മുതൽ ആ 6 months ഫസ്റ്റ് സെമസ്റ്ററിൽ അവരൊരു നീഷ് കണ്ടെത്തിയിട്ട് അവിടെ ഒരു മേ ബി അത് പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഫുഡ് ആവാം, ട്രാവൽ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ് കണ്ടെത്തി ഒരു സോഷ്യൽ മീഡിയ പേജ്, അത് ചിലപ്പം ഇൻസ്റ്റ, യൂട്യൂബ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അതിന് പിന്നെ മൈൽ സ്റ്റോൺസ് ഉണ്ട്, ഇത്ര റീച്ച് എത്തണം, ഇത്ര ഫോളോവേഴ്സ് എത്തണം, അങ്ങനെ ആ ഒരു 6 months കഴിയുമ്പോൾ. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൂട്ട് ക്യാമ്പ്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ എൻ ഇൻഫ്ലുവൻസർ, നമ്മൾ നിങ്ങളെ ക്യാമ്പസിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് എങ്ങനെ നീഷ് കണ്ടെത്താം, എങ്ങനെ നല്ലൊരു പേജ് ബിൽഡ് ചെയ്യാം, എന്താ കീവേഡ്സ്, എന്താ എക്സ്പീരിയൻസ്, ഇങ്ങനെ ടൈം ടു ടൈം ബൂട്ട് ക്യാമ്പ്സ് കൊടുക്കും. ഇങ്ങനെ എല്ലാ സെമസ്റ്ററിലും കൊടുക്കും. ഇപ്പോൾ ഒരു സെമസ്റ്റർ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ഒരു ചലഞ്ച്. അപ്പോൾ അവരൊരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, അതൊരു ഷോപ്പിഫൈ പോലെ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തിട്ട് സെല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ക്യാമ്പസ് വേണമെങ്കിൽ അതിന് സീഡ് മണി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു 5,000 rupees പെർ ഗ്രൂപ്പ് നമുക്ക് കൊടുക്കും. അവർക്ക് ആ ക്യാഷ് എടുക്കാം, അവർക്ക് പ്രൊഡക്ട്സ് ബൈ ചെയ്യാം, സെല് ചെയ്യാം, വാട്ടർ പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് എടുക്കുന്ന അവർക്ക് എടുക്കാം, ബാക്കി ആ 5,000 തിരിച്ച് പേ ചെയ്താൽ മതി സെമസ്റ്റർ കഴിയുന്ന സമയത്ത്. ഇങ്ങനെ എവറി സെമസ്റ്റർ ഓരോ ചലഞ്ചസ് കൊടുക്കും. അത് എന്താണോ അന്ന് മാർക്കറ്റിലെ ഡിമാൻഡ് അതാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അവർ ക്യാമ്പസിലുള്ള ടൈമിലുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നടക്കുന്നത്. മനസ്സിലായി. ഓക്കെ. ഇപ്പൊ ഇത് പഠിക്കാൻ വരുന്ന ഒരാളുടെ കാര്യം, ഇതിപ്പോ പഠിക്കണം എന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഐ ഹാവ് എൻ ഐഡിയ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അതിന് ഇത് എങ്ങനെയെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇതിന്റെ പഠിത്തത്തിൽ? യെസ്, എക്സാക്ട്ലി. നമ്മുടെ സ്പെഷ്യലൈസേഷന്റെ ഭാഗമാണ് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളത്. എനിവേ ഓൺടർപ്രണർ ആവുന്ന ആൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്നത്. അതെ. ഇനി ഓൺടർപ്രണർ ആവാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇന്റേൺഷിപ്പിന് പോകണ്ട. ഇൻസ്റ്റഡ് അയാൾക്ക് നമ്മുടെ ഇൻക്യുബേഷൻ സെല്ലിൽ വർക്ക് ചെയ്യാം. നമുക്ക് ക്യാമ്പസിൽ സ്റ്റാർട്ടപ്സിനുള്ള ഇൻക്യുബേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇൻക്യുബേഷൻ ഒരുപാട് സ്ഥലത്ത് ഇൻക്യുബേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ക്യാമ്പസിനകത്ത് സ്റ്റാർട്ടപ്സിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. അവിടെ സ്റ്റുഡൻസിനും ഇൻക്യുബേറ്റ് ചെയ്യാം, പുറത്തുള്ളവർക്ക് ഇൻക്യുബേറ്റ് ചെയ്യാം. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അവർ അവരുടെ ഐഡിയ പിച്ച് ചെയ്ത് ആ പിച്ച് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും കൊടുക്കും, ഫണ്ടിങ്ങിനുള്ള സപ്പോർട്ടും നമ്മൾ പല ഇവരായിട്ട് നമ്മുടെ ഫണ്ട് ചെയ്യുന്ന ആളുകളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും, VCs ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ സ്പേസ് ഉണ്ട്, അവർക്ക് ഓവർക്കിംഗ് സ്പേസ് പോലെ ക്യാബിൻസ് ഉണ്ട്, കോൺഫറൻസ് റൂം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കോൺഫറൻസ് റൂം സെപ്പറേറ്റ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പിന് പോകണം നിർബന്ധമില്ല, അവർക്ക് അവരുടെ സ്റ്റാർട്ടപ്പിൽ ബിൽഡ് ചെയ്യാം. നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരിപ്പോൾ കറന്റ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടുന്ന് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും. എന്നിട്ട് സ്കെയിലപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മേ ബി അവർക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യാം. മനസ്സിലായി. ഇപ്പൊ 4 years അല്ലേ ഇമർ തുടങ്ങിയിട്ടാവുന്നത്? യെസ്, 4 years. 4th year എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് എന്തായാലും പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സ്റ്റേറ്റസ് എന്താണ്? അതിൽ ഇതുപോലെ തന്നെ ഈ 3 areas വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്റ്റാർട്ടപ്സ് തുടങ്ങിയവരുണ്ട്. ഇപ്പോൾ ഇവൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോഴുള്ള കറണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒരു 1 year മുന്നെയാണ് ഒന്ന് ഡെവലപ്പ് ആയത്. അപ്പോൾ അതിന് മുന്നേ വേറെ ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. പുതിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള നമ്മുടെ ഒരു സെമിനാർ ഹാൾ ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. ആ സെമിനാർ ഹാൾ കംപ്ലീറ്റ് അവിടെയുള്ള ഫർണിച്ചറും കാര്യങ്ങളും സപ്ലൈ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അത് അവരാണ് ചെയ്തത്. അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ബിസിനസ് അവർ നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്തു. സിമ്പിൾ പേടിപ്പിച്ചു. അവർ പിച്ച് ചെയ്തു, ആക്ച്വലി യെസ് അവർ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. അതാണ് ഇമ്പാക്ട് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ക്യാമ്പസിലുള്ളത് മർക്കസ് യൂണിവേഴ്സിറ്റിയിലാണ്. മർക്കസ് യൂണിവേഴ്സിറ്റിൻ്റെ സ്ട്രക്ചർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് പോലെയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സ്കൂൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കോളേജ് വരെയുള്ള എല്ലാ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനകത്തുണ്ട്, മെഡിക്കൽ കോളേജ് അടക്കം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വരുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ടോയ് പോലെ ആക്കിയിട്ട് അതിനൊരു ബ്രാൻഡ് ആക്കിയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷനിലുണ്ട്. അവിടെ ഉള്ളവർക്ക് തന്നെ സെല് ചെയ്യാം. അത് അവൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അവരിനി അത് പല ടോയ്സ് ആയിട്ട് ഇറക്കുന്നുണ്ട്. എന്നിട്ട് മാൾസിൽ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കെയോസ്ക് ആയിട്ട് വെക്കാനാണ് അവരുടെ പ്ലാന്. അപ്പോൾ ഇങ്ങനെ സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയവരുണ്ട്, ബിസിനസ് ലീഡേഴ്സായി മാറിയവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള പല സ്റ്റാർട്ടപ്സിൻ്റെയും ഫൗണ്ടേഴ്സ് ഓഫീസിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇന്റേൺഷിപ്പിന് ഫൗണ്ടേഴ്സ് ഓഫീസിൽ പോയിട്ട് അവർ കോഴ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് ജോബ് ഓഫർ കൊടുത്ത സ്റ്റാർട്ടപ്പുകളുണ്ട്. അതുപോലെ ഫാമിലി ബിസിനസ് ടേക്കപ്പ് ചെയ്തവരുണ്ട്. ഈ 3 ഏരിയയിലാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UGP ആണ് നമ്മുടെ 3 year പ്രോഗ്രാം എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഷോർട്ട് ടേം പ്രോഗ്രാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ HR, ഓൺടർപ്രണർഷിപ്പ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ കോഴ്സ് പോലെ. അത് ഇവർക്ക് മാത്രമല്ല, UG ലെവലിൽ മാത്രമല്ല, PG കഴിഞ്ഞവർക്കാവാം, സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നവർക്കാവാം, ഇവർക്കൊക്കെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത് 1 by 1 ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 months, 3 months, 1 month ഒക്കെ വരുന്ന പ്രോഗ്രാംസ് ആണ്. പിന്നെ വർക്ക്ഷോപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. 1 day വർക്ക്ഷോപ്പ്, 2 day വർക്ക്ഷോപ്പ്. ലാസ്റ്റ് വീക്ക് ഒരു HR കോൺക്ലേവ് ഉണ്ടായിരുന്നു.
ഒരു പ്രീമിയർ HR കോൺക്ലേവ് ആണ്. അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള HR പ്രൊഫഷണൽസിന് നെക്സ്റ്റ് ലെവലിലോട്ട് പോകേണ്ട സ്ട്രാറ്റജിക് HR ആയിട്ട് മാറേണ്ട രീതിയിലുള്ള കോഴ്സ് പ്രോഗ്രാം. ഇത്തരത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് നമ്മൾ ക്യാമ്പസിൽ നടത്തും. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ഇനി നമ്മൾ GCCയിൽ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൈപ്പ് ലൈൻ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി 2027 ദുബായിലൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തിൻ 3-4 മന്ത്സിനകത്ത് സൗദിയിലൊരു പ്രൊജക്റ്റും വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ടോപ്പ് ലെവൽ ബിസിനസ് ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അവരെ ഒന്നും കൂടി ഒരു എക്സിക്യൂട്ടീവ് MBA ലെവലിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാംസ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ എയിമറിന് വേണ്ടി നടത്തിയ റിസർച്ചും അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടികളുടെ അവരിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിലേ ഇല്ലാതിരുന്നൊരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോൾ ചില ആളുകൾ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഇത് എന്തിൽ ബിൽഡ് ചെയ്യണം, എങ്ങനെ ബിൽഡ് ചെയ്യണം, എന്താണ് അടുത്തത്? കാരണം ഏത് ബിസിനസ് എടുത്താലും അവിടെ ഒക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ എന്നുള്ളതൊരു ചോദ്യം ഉണ്ടല്ലോ. ഭാവിയിൽ വർക്ക് ആവാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് ബിസിനസ്സിന് ബെസ്റ്റ് സ്ഥലങ്ങൾ എന്ന് ചോദിച്ചാൽ? അതിപ്പോൾ നമുക്കിതിന് പല രീതിയിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ ടെക്ക് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെച്ചിട്ട് ബൂമാകുന്നുണ്ട്. പക്ഷേ ടെക്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ വേണ്ട കുറച്ച് സ്കോർ സ്കിൽ സെറ്റ് ഉണ്ട്, അതുള്ളവരാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിക്കലി ഉള്ള ഏരിയാസിൽ ബിൽഡ് ചെയ്യാൻ. പക്ഷെ അത് നല്ല രീതിയിൽ ഇപ്പോൾ, കാരണം പണ്ടത്തെ പോലെ നല്ല ഒരുപാട് ആൾക്കാർ വേണ്ട, 1-2 ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പ്രൊജക്ട്സ് എടുത്ത് ചെയ്യാൻ പറ്റും. അത്രയും AI ടൂൾസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെയധികം എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് ലൈവ്ലിഹുഡ് പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ബിസിനസ്സുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ എന്തോ ആവാം. ഇപ്പോൾ നമ്മുടെ യൂഷ്വലി ഉള്ള കൺസ്യൂമർ പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസുകൾ അതിനകത്ത് വരാം, ഇതിലുള്ള എന്ത് വരാം. ഇത് രീതിയിലുള്ളത് നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഏരിയാസ് അത്യാവശ്യം നന്നായിട്ട് ഭൂമിയിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് അതിലൊരു ഇതുണ്ട്. പക്ഷേ അതും കം ബാക്ക് ഒരു ടൈം കഴിയുമ്പോൾ വരും എന്നുള്ളതാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലുള്ള കുറേ ഏരിയാസിൽ, ഇപ്പോൾ എസ്പെഷ്യലി വയനാട് പോലത്തെ ഈ ഒരു ഏരിയാസിലൊക്കെ ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് ഏരിയാസ് ഇപ്പോൾ നന്നായിട്ട് എമേർജ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാമിംഗ് നല്ല രീതിയിൽ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടീമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യയിൽ പല സ്ഥലത്ത് ഇതുപോലെ എക്കോ ലിവിങ് കാര്യങ്ങൾ, ഫാമിംഗ് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ 100 acres 120 acresലൊക്കെ ഫാമിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു വിസിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഫാമിംഗ് പണ്ടത്തെ പോലെ കൃഷി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വെരി പ്രോഫിറ്റബിൾ ബിസിനസ്. അത് പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഒരാളോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിരുന്നു. ഈ 10 years IT വർക്ക് ചെയ്തിട്ട് പിന്നെ ഫാമിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ആളുണ്ട്. അക്രോസ് ഇന്ത്യ ആൻഡ് GCCയിലെ ആൾക്ക് ഇപ്പോൾ ഫാം ലാൻഡ്സ് ഉണ്ട്. അപ്പം അത് നന്നായിട്ട് ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സയൻസിൻ്റെ ഒരു അതായത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സയന്റിഫിക് ആയിട്ട് ഫാമിംഗ് ചെയ്യുക എന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് പ്രോഫിറ്റ്. കൃഷി ഈസ് ബാക്ക്. യെസ്, കൃഷി ഈസ് ബാക്ക്. ഓക്കെ, അപ്പോൾ ഇനിയത്തെ ചോദ്യം, ആർക്കൊക്കെ വരാം, എങ്ങനെ വരാം എയിമറിലേക്ക്? എയിമറിൻ്റെ പ്രോഗ്രാം നേരത്തെ പറഞ്ഞതുപോലെ UG BIP ആണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് അതിലോട്ട് അഡ്മിഷൻ ആവുക. 12th സ്റ്റാൻഡേർഡ് മിനിമം 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതിലോട്ട് നമ്മളൊരു ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ട്, നമ്മൾ നാഷണൽ എയിമർ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് അതിന് പറയാം. അതിൽ ബേസിക്കലി ഒരു ലോജിക്കൽ എബിലിറ്റി, ലാംഗ്വേജ്, കോംപ്രഹൻഷൻ സ്കില്ല്, ഇങ്ങനെയുള്ള അവർക്കൊരു സംഭവം കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലോജിക്കൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഓൺലൈൻ ടെസ്റ്റാണ്, സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിന് സെലക്ട് ചെയ്യുന്നവർക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, നമ്മുടെ ഫാക്കൽറ്റീസുമായുള്ള പാനലുമായിട്ട് ഇൻ്റർവ്യൂ. അപ്പോൾ ഇത് ബേസിക്കലി സ്റ്റുഡൻസിന് ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു കോഴ്സ് എടുത്തിട്ട് അവസാനം എൻ്റെ സ്കിൽ സെറ്റോട് അലൈൻ ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ 2 ലെവലിൽ അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്, നമ്മുടെ ഫാക്കൽറ്റീസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ 2 കമ്പണൻസ് ആണ് ഉള്ളത്. അപ്പോൾ 12th മാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ +1 മാർക്ക് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ 10th മാർക്ക് നമ്മുടെ അഡ്മിഷൻ ടെസ്റ്റ്, നാഷണൽ എയിമർ അഡ്മിഷൻ ടെസ്റ്റിലെ മാർക്ക്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലെ മാർക്ക്, ഈ 4 കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കൊടുക്കുക. ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് ഹ്യൂജ് സ്കോളർഷിപ്പും കിട്ടും. അറൗണ്ട് 12.5 CR ആണ് നമ്മൾ ഈ വർഷം സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്പിൻ്റെ ഏരിയയിൽ മാറ്റി വെച്ചിട്ടുള്ളത്. 12.5 CR. അപ്പോൾ അത്രയും സ്കോളർഷിപ്പ് കിട്ടും ഇവർക്ക് ഈ 4 കമ്പോണൻസിൽ. ഇതിൽ ഓരോന്നിനും വെയിറ്റേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് നല്ല സ്കോളർഷിപ്പോട് കൂടി തന്നെ 3 years പഠിക്കാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ അത്ര എലിജിബിൾ കിഡ്സ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് ചിലവാക്കേണ്ടി വരില്ല അവരുടെ ഭാവി ബിൽഡ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫ്യൂച്ചറിലുള്ള എന്താ പറയുക ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റ്സിനെ ഒക്കെ ഉണ്ടാക്കാൻ എയിമർ ബിസിനസ് സ്കൂളിൽ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.